മിസ്റ്റർ സക്കറിയ, നിങ്ങൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും കണിമംഗലം ഗ്രൂപ്പിലില്ല. ഒരു പ്രതിസന്ധിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതൊക്കെ എനിക്കും എന്റെ മക്കൾക്കും കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. കമ്പനി ഇതുവരെ നിങ്ങളോടുണ്ടായിരുന്ന ഉത്തരവാദിത്തം അതേപടി തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ബിസിനസ് ലോകത്തെ പ്രധാന സംസാരം കണിമംഗലം ഗ്രൂപ്പിന്റെ തകർച്ചയാണ്. കാലങ്ങളായി നമ്മളെ സഹായിക്കുന്നവർ ഓരോരുത്തരായി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ ആരൊക്കെയോ അവരിളക്കി വിടും പോലെ തോന്നുന്നു. ഇങ്ങനെയായ നമ്മൾ എന്ത് ചെയ്യും? ആളുകൾക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? പത്മിനി, ഇത് കാശിന്റെ ലോകമാണ്. അവിടെ ഒരാളുടെ വീഴ്ച എന്ന് പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. അതിൽ നമുക്ക് പരിഭവം തോന്നേണ്ട ഒരു കാര്യമില്ല. അച്ഛൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ നമ്മുടെ തകർച്ചയ്ക്ക് പിന്നിൽ കൃത്യമായി ഒരാൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. നമുക്ക് അവരൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാലോ? കണ്ടെത്താൻ ശ്രമിച്ചതുകൊണ്ട് മാത്രം ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യമില്ല. ആദ്യം ആളുകളുടെ ആശങ്ക പരിഹരിക്കണം. അതിനുശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ. ടോട്ടൽ അക്കൗണ്ട് പരിശോധിക്കണമെങ്കിൽ ദിവസങ്ങളോളം വേണ്ടിവരും. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോകും. നോക്കാം. ഇപ്പൊ അങ്ങനെ പറയാനേ തരുള്ളൂ. ചിട്ടിയാരാ, ഒരാവശ്യം വന്നാൽ 10-25 കോടി ഒരു എഗ്രിമെന്റും ഇല്ലാതെ കൊടുത്തയക്കുന്ന ആളാ. ഇനി അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കട്ടെ. അച്ഛൻ ഫോൺ എടുക്കണ്ട, വെറുതെ എന്തിനാ ടെൻഷനാവുന്നേ? മോളെ, ഒരു കോൾ അവോയ്ഡ് ചെയ്യാൻ എളുപ്പമാ, പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില നിസ്സാരമല്ല. ആ ചെട്ടിയാരെ, എന്തുണ്ട് വിശേഷം? നമ്മൾ തമ്മില് സംസാരിച്ച ഡേറ്റ് ആയില്ലല്ലോ.